സമ്പദ് വ്യവസ്ഥയുടെ ജീവനാഡിയും ലോകത്തിലെ ഏറ്റവും തന്ത്രപ്രധാനമായ കടൽപാതയുമായ ഹോർമൂസ് കടലിടുക്ക് വീണ്ടും യുദ്ധഭീതിയുടെ നിഴലിലാണ്. മിഡിൽ ഈസ്റ്റിൽ വർദ്ധിച്ചു വരുന്ന രാഷ്ട്രീയ സൈനിക സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഹോർമൂസ് കടലിടുക്കിനുമേൽ തങ്ങൾക്കുള്ള പൂർണ്ണാധിപത്യം പരസ്യമായി പ്രഖ്യാപിച്ചുകൊണ്ട് ഇറാൻ വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ്. ലോകരാജ്യങ്ങളെ ഒന്നടങ്കം ആശങ്കയിലാഴ്ത്തുന്ന പുതിയ നീക്കങ്ങളാണ് കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ഈ തന്ത്രപ്രധാന മേഖലയിൽ നടക്കുന്നത്. ഇറാൻ ഔദ്യോഗിക മാധ്യമങ്ങൾ പുറത്തുവിട്ട ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയായിരിക്കുന്നത്. ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ നാവികസേനാ വിഭാഗം ഹോർമൂസ് കടലിടുക്കിൽ അതിശക്തമായ പട്രോളിംഗ് നടത്തുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. അത്യാധുനിക ആയുധങ്ങൾ ഘടിപ്പിച്ച ഇറാന്റെ അതിവേഗ അറ്റാക്ക് ബോട്ടുകൾ കടൽ കീറിമുറിച്ച് പായുന്ന ദൃശ്യങ്ങൾ പാശ്ചാത്യ രാജ്യങ്ങൾക്കുള്ള കടുത്ത മുന്നറിയിപ്പായാണ് വിലയിരുത്തപ്പെടുന്നത്. ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നു പോകുന്ന എല്ലാ അന്താരാഷ്ട്ര കപ്പലുകളെയും തങ്ങൾ 24 മണിക്കൂറും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ടെഹ്റാൻ വ്യക്തമാക്കുന്നു. ആകാശത്തിൽ നിന്നും കടലിൽ നിന്നും ഒരുപോലെ നിരീക്ഷണം ശക്തമാക്കിയാണ് ഇറാൻ തങ്ങളുടെ ആധിപത്യം ഉറപ്പിക്കുന്നത്. തങ്ങൾ നൽകുന്ന സുരക്ഷാ മുന്നറിയിപ്പുകളും നിർദ്ദേശങ്ങളും കർശനമായി പാലിക്കാൻ അന്താരാഷ്ട്ര കപ്പലുകൾ ബാധ്യസ്ഥരാണെന്നും ഇറാൻ അധികൃതർ വ്യക്തമാക്കുന്നു. കടലിടുക്കിലൂടെയുള്ള സമുദ്ര ഗതാഗതം പൂർണ്ണമായും തങ്ങളുടെ നിയന്ത്രണത്തിലാണെന്ന് വരുത്തി തീർക്കാനാണ് ഇറാൻ ഈ ദൃശ്യങ്ങൾ പരസ്യപ്പെടുത്തിയതിലൂടെ ശ്രമിക്കുന്നത്. ലോകത്തിലെ മൊത്തം എണ്ണ വിതരണത്തിന്റെ വലിയൊരു പങ്ക് കടന്നു പോകുന്ന ഈ പാതയിൽ ഇറാന്റെ സൈനിക സന്നാഹം വർദ്ധിക്കുന്നത് ആഗോള എണ്ണ വിപണിയെ നേരിട്ട് ബാധിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ അമേരിക്കയും നാറ്റോ സഖ്യവും ഇറാന്റെ ഈ പുതിയ പട്രോളിങ്ങിനെ അതീവ ജാഗ്രതയോടെയാണ് വീക്ഷിക്കുന്നത്. സാധാരണ പട്രോളിങ്ങിനുമപ്പുറം കടലിടുക്കിലൂടെ കടന്നു പോകുന്ന വാണിജ്യ കപ്പലുകളിൽ നിന്നും എണ്ണ ടാങ്കറുകളിൽ നിന്നും ഇറാൻ നേരിട്ട് ടോൾ പിരിക്കുന്നതായാണ് ഏറ്റവും പുതിയ അന്താരാഷ്ട്ര മാധ്യമ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഈ പാതയിലൂടെ സുരക്ഷിതമായി മുന്നോട്ടു പോകണമെങ്കിൽ തങ്ങൾക്ക് പണം നൽകണമെന്ന കടുത്ത നിലപാടിലാണ് IRGC. ഇത് അന്താരാഷ്ട്ര സമുദ്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ഈ ടോൾ പിരിവ് സംബന്ധിച്ച വാർത്തകൾ പുറത്തു വന്നതോടെ കപ്പൽ കമ്പനികളും ഇൻഷുറൻസ് ഏജൻസികളും വലിയ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. പണം നൽകാത്ത കപ്പലുകളെ തടഞ്ഞു വെക്കാനോ അവയ്ക്ക് നേരെ സൈനിക നടപടി സ്വീകരിക്കാനോ ഇറാൻ മടിക്കില്ലെന്ന് വ്യക്തമായതോടെ പല കമ്പനികളും വഴങ്ങാൻ നിർബന്ധിതരാകുന്നു. ഹോർമൂസ് പാതയിലെ ഇറാന്റെ ഈ പൂർണ്ണമായ പിടിമുറുക്കൽ ആഗോള വ്യാപാര മേഖലയ്ക്ക് വലിയൊരു ആഘാതമാണ് ഉണ്ടാക്കുന്നത്. ഭൂമിശാസ്ത്രപരമായി നോക്കുകയാണെങ്കിൽ ഒമാനും ഇറാനും ഇടയിലുള്ള വളരെ ഇടുങ്ങിയ ഒരു സമുദ്രഭാഗമാണ് ഹോർമൂസ് കടലിടുക്ക്. ഇതിന്റെ ഏറ്റവും വീതി കുറഞ്ഞ ഭാഗം കേവലം ഏതാനും കിലോമീറ്ററുകൾ മാത്രമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ വിന്യസിച്ചിരിക്കുന്ന ഇറാന്റെ മിസൈൽ ബോട്ടുകൾക്കും നാവികസേനയ്ക്കും വളരെ എളുപ്പത്തിൽ ഏത് വലിയ കപ്പലിന്റെയും യാത്ര തടസ്സപ്പെടുത്താൻ കഴിയും. ഈ ഭൂമിശാസ്ത്രപരമായ അനുകൂല ഘടകമാണ് ഇറാൻ തങ്ങളുടെ ആയുധമാക്കുന്നത്. മിഡിൽ ഈസ്റ്റിൽ തങ്ങൾക്കെതിരെ ഉപരോധങ്ങളും സൈനിക ഭീഷണികളും ഉയർത്തുന്ന അമേരിക്കയ്ക്കും ഇസ്രയേലിനുമെതിരെയുള്ള തന്ത്രപരമായ പ്രതിരോധമായാണ് ഇറാൻ ഈ നീക്കത്തെ കാണുന്നത്. തങ്ങളെ സാമ്പത്തികമായി തകർക്കാൻ നോക്കിയാൽ ലോകത്തിന്റെ എണ്ണ വിതരണം പൂർണ്ണമായും നിർത്തിവെക്കാൻ തങ്ങൾക്ക് സാധിക്കുമെന്ന് ഇറാൻ ഈ നീക്കത്തിലൂടെ തെളിയിക്കുന്നു. ഹോർമൂസ് കടലിടുക്ക് അടച്ചിടുമെന്ന ഭീഷണി എപ്പോഴും ഇറാന്റെ കയ്യിലെ വലിയൊരു ആയുധമാണ്. കഴിഞ്ഞ കുറച്ചു കാലമായി ഈ മേഖലയിൽ US നേവിയും ഇറാൻ ബോട്ടുകളും തമ്മിൽ പലതവണ നേർക്കുനേർ സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇത്തവണ IRGC പുറത്തുവിട്ട ദൃശ്യങ്ങളിലെ സൈനിക സന്നാഹത്തിന്റെ തീവ്രത വളരെ കൂടുതലാണ്. പൂർണ്ണസജ്ജരായ കമാൻഡോകളും അത്യാധുനിക റഡാർ സംവിധാനങ്ങളും ഈ ബോട്ടുകളിൽ സജ്ജീകരിച്ചിട്ടുണ്ടെന്ന് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ഹോർമൂസിലെ പ്രതിസന്ധി രൂക്ഷമായതോടെ ഏഷ്യൻ രാജ്യങ്ങളിലേക്കുള്ള എണ്ണ ഇറക്കുമതിയെ ഇത് ദോഷകരമായി ബാധിക്കുമെന്ന ആശങ്ക ശക്തമാണ്. ഇന്ത്യ, ചൈന, ജപ്പാൻ തുടങ്ങിയ പ്രമുഖ രാജ്യങ്ങൾ തങ്ങൾക്കാവശ്യമായ അസംസ്കൃത എണ്ണയുടെ വലിയൊരു ഭാഗം ഇറക്കുമതി ചെയ്യുന്നത് ഈ പാതയിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഉണ്ടാകുന്ന ചെറിയൊരു തടസ്സം പോലും ഈ രാജ്യങ്ങളിലെ ഇന്ധനവില കുതിച്ചുയരാൻ കാരണമാകും. അന്താരാഷ്ട്ര തലത്തിൽ സമുദ്ര സ്വാതന്ത്ര്യം ഉറപ്പാക്കണമെന്നും ഇറാന്റെ നിയമവിരുദ്ധമായ ടോൾ പിരിവും പട്രോളിങ്ങും തടയണമെന്നും ആവശ്യപ്പെട്ട് അമേരിക്ക സഖ്യകക്ഷികളുമായി ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട്. കടലിടുക്കിലൂടെയുള്ള കപ്പലുകൾക്ക് സുരക്ഷയൊരുക്കാൻ കൂടുതൽ യുദ്ധക്കപ്പലുകൾ വിന്യസിക്കാൻ വാഷിംഗ്ടൺ ആലോചിക്കുന്നുണ്ട്. എന്നാൽ ഇത് മേഖലയെ മറ്റൊരു വലിയ യുദ്ധത്തിലേക്ക് നയിക്കുമോ എന്ന ഭയത്തിലാണ് ലോകരാജ്യങ്ങൾ. ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഈ ശക്തമായ നീക്കങ്ങൾ മിഡിൽ ഈസ്റ്റിലെ പ്രാദേശിക സഖ്യങ്ങളിലും മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്.
സൗദി അറേബ്യയും UAEയും ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങൾ തങ്ങളുടെ സാമ്പത്തിക താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി ഈ വിഷയത്തിൽ അതീവ ജാഗ്രതയോടെയുള്ള നയതന്ത്ര നിലപാടുകളാണ് സ്വീകരിക്കുന്നത്. ഇറാന്റെ പ്രകോപനം തങ്ങളുടെ വ്യാപാര മേഖലയെ ബാധിക്കരുതെന്ന് അവർ ആഗ്രഹിക്കുന്നു. വരും ദിവസങ്ങളിൽ ഹോർമൂസ് കടലിടുക്കിലെ സൈനിക സാന്നിധ്യം ഇറാൻ ഇനിയും വർദ്ധിപ്പിക്കുമെന്നാണ് ടെഹ്റാനിൽ നിന്നുള്ള സൂചനകൾ വ്യക്തമാക്കുന്നത്. പാശ്ചാത്യ രാജ്യങ്ങളുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാൻ തങ്ങൾ തയ്യാറല്ലെന്ന കൃത്യമായ സന്ദേശമാണ് അവർ വ്യക്തമാക്കുന്നത്. IRGCയുടെ ഈ താവളം മാറ്റമില്ലാതെ തുടർന്നാൽ ആഗോള എണ്ണ കമ്പോളത്തിൽ വലിയൊരു അസ്ഥിരത ഉണ്ടാകുമെന്നത് ഉറപ്പാണ്. യന്ത്രത്തോക്കുകളും മിസൈലുകളുമായി പായുന്ന ഇറാന്റെ അതിവേഗ ബോട്ടുകളുടെ ദൃശ്യങ്ങൾ ആഗോള രാഷ്ട്രീയത്തിലെ അധികാര സന്തുലിതാവസ്ഥയുടെ പുതിയ ചിത്രമാണ് കാണിക്കുന്നത്. വൻകിട ശക്തികളെ പോലും നിഷ്പ്രഭമാക്കാൻ പോകുന്ന രീതിയിലാണ് ഇറാൻ തങ്ങളുടെ ഭൂമിശാസ്ത്രപരമായ മേൽക്കൈ ഉപയോഗിക്കുന്നത്. ഹോർമൂസ് കടലിടുക്കിലെ ഈ പുതിയ പുകച്ചിൽ എങ്ങോട്ട് തിരിയുമെന്ന് വരും ദിവസങ്ങളിലെ നയതന്ത്ര നീക്കങ്ങൾ തീരുമാനിക്കും.